ഹലോ, അപ്പം നമ്മളിന്ന് മുട്ട വെച്ചിട്ട് ഒരൈറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത് 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങാൻ വെച്ചേക്കാണ്. കുറച്ച് വെള്ളം പാർന്ന് അതിൽ ഉപ്പിട്ടിട്ട് അത് പുഴുങ്ങാൻ മാറ്റി വെക്കുക. എന്നതിന് ശേഷം നമ്മളൊരു ഉള്ളി എടുക്കുക, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിൽ നിന്ന് മഞ്ഞ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ മഞ്ഞ മാറ്റുമ്പോൾ അത് പൊട്ടിപ്പോകാതെ നോക്കണം. ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് ഉടച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ഉള്ളി വാട്ടാൻ വെക്കുക. അപ്പോൾ ഉള്ളിയിൽ കുറച്ച് വേണമെങ്കിൽ ചപ്പ് ചേർക്കാം കേട്ടോ, ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. വാട്ടിയതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ചും കൂടി വാട്ടുക, അതിൻ്റെ പച്ചച്ചോയ മാറുന്ന വരെ. അപ്പോൾ അതിൽ നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള ഭാഗത്തേക്ക് അത് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് ഉണ്ടാക്കണം. അപ്പോൾ കപ്പ് എടുക്കുക, അതിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം എടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, നോർമൽ വാട്ടർ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കട്ടയൊക്കെ പോക്കി ഓവർ കട്ടയാവാതെയും ഓവർ ലൂസാവാതെയും ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ എടുക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ പാർന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് വെച്ചതിന് ശേഷം വേറൊരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പൊട്ടിപ്പോകാതെ നമ്മളത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ബൈ ഗൈസ്.